പെരിയാർ നദിയുടെ മനോഹരമായ തീരക്കാഴ്ചകളാണിത്. മൂത്തകുന്നത്തുള്ള പ്രസിയുടെ വീട്ടിൽ ചെന്നപ്പോഴാണ് വള്ളം എടുത്തത് ഇങ്ങനൊരു യാത്ര പോയത്. പെരിയാർ കിടക്ക് ഒരു 10-15 കിലോമീറ്റർ ഉള്ളിലേക്ക് നീണ്ടു പരന്നൊഴുകുന്ന നദിയാണ് പെരിയാർ. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് കുത്തിയിരുന്ന് തോണ്ടി കളിക്കുമ്പോൾ മുരളി തുമ്മാടിക്കുഴിയുടെ ഒരു പോസ്റ്റ് കണ്ടു. പെരിയാറിൻ്റെ ഏകദേശം മലയാറ്റൂർ തൊട്ട് താഴേക്ക് അങ്ങോട്ട് ഒഴുകുമ്പോൾ തടസ്സങ്ങളൊന്നുമില്ലാതെയാണ് പെരിയാർ ഒഴുകുന്നത്. പെരിയാറിനെ വേണ്ട രീതിയിൽ ടൂറിസത്തിന് ഉപയോഗിച്ചിട്ടില്ല എന്നൊക്കെയാണ് ആശാൻ പറഞ്ഞേക്കുന്നത്. എനിക്കും അങ്ങനെ തോന്നി. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചകളാണ് ഇതിൻ്റെ തീരത്ത് നിന്ന്. ഇതിൽ വേണ്ട രീതിയിൽ ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങളോ റിസോർട്ടുകളോ അല്ലെങ്കിൽ ടൂറിസവുമായി ബന്ധപ്പെട്ട ബാക്കി ആക്ടിവിറ്റീസ് ഒന്നും ഇവിടെ നടക്കുന്നില്ല. ഈ മുന്നിൽ കാണുന്നതാണ് മാളവനപ്പാറ. ചുറ്റും പെരിയാർ അങ്ങനെ ഒഴുകുകയാണ്. ഇങ്ങനൊരു പാറ ഈ അടുത്ത പ്രദേശത്തൊന്നുമില്ല. പണ്ടെങ്ങോ ഉണ്ടായ ഒരു വലിയ പ്രളയത്തിൽ ചുറ്റുമുള്ള മണ്ണും ഭൂമിയെല്ലാം ഒലിച്ചു പോയി ഈ പാറ മാത്രം അവശേഷിച്ചതാണെന്ന് ആൾക്കാർ പറയുന്നത്. ഇവിടെ വരുന്നവർക്ക് ഈ വള്ളത്തിൽ ഇങ്ങനെ വന്നാൽ ഈ പാറയുടെ മുകളിൽ കയറിയൊക്കെ ഇരിക്കാം. വളരെ മനോഹരമായൊരു വ്യൂ ആണ്. ഭയങ്കര റിലാക്സ് ആയിട്ട് കുറച്ച് നേരം ഇരുന്ന് ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമാണിത്. ടൂറിസം ഇനിയും ഇവിടെ വളരേണ്ടതുണ്ട്. കൂടുതൽ യാത്രക്കാരും അതിനു വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. ശാന്തമായി ഒഴുകുന്ന പെരിയാറിൽ കൂടി ഒരു കെട്ടുവള്ളത്തിൽ നമ്മുടെ കുടുംബവും കൂട്ടുകാരുമൊക്കെയായി കുറച്ച് മണിക്കൂറുകൾ, അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ചരിത്രം പേറുന്ന കോട്ടപ്പുറം കോട്ട ഇതിനടുത്ത് തന്നെയാണ്. പച്ചപ്പ് നിറഞ്ഞ തീരത്തേക്ക് നോക്കി ഈ പുഴയിലൂടെ പോകുമ്പോൾ പുഴയുടെ തീരത്തായി നിരവധി ചീനവലകളുമുണ്ട്. ഇവിടെ എത്തുന്ന സന്ദർശകർക്ക് ചീനവലകളിൽ നിന്ന് മീൻ പിടിക്കാനും അതിനെ ഭക്ഷണമാക്കി കൊടുക്കുവാനുമുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവേണ്ടതുണ്ട്.